വഴിയൊരുക്കിയവർ. വിശുദ്ധ സ്റ്റെനിസ്ലാവോസ് പോളണ്ടിലെ കുലീനനും പ്രശസ്തനുമായ ഒരു സെനറ്ററുടെ മകനായി 1550 സ്റ്റെനിസ്ലാവോസ് ജനിച്ചു. അവനെ അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ ഈശോ എന്ന തിരുനാമം പ്രകാശലിഖിതമായി കാണപ്പെട്ടു. അവർ ഈശോ സഭയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അമ്മയ്ക്ക് തോന്നി. 14-ാമത്തെ വയസ്സിൽ സഹോദരൻ പോളും ഒരു ട്യൂട്ടറിനും ഒപ്പം വിയന്നയിൽ പഠിക്കാൻ പോയി. അവിടെ അവർ താമസിച്ചിരുന്നത് ഒരു ലൂഥറൻ ഭവനത്തിലായിരുന്നു. അവിടെ വെച്ച് സ്റ്റെനിസ്ലാവോസ് കളികളിൽ ചേരാതിരുന്നതുകൊണ്ട് സന്യാസി സഹോദരനെ പലപ്പോഴും പോൾ ഞെരുക്കിയിരുന്നു. ഈ മാനസിക ക്ലേശത്താൽ സ്റ്റെനിസ്ലാവോസ് മരിക്കത്തക്ക നിലയിലായി. ആ ലൂഥറൻ ഭവനത്തിൽ യുവാവിന് അന്ത്യകുദാശകൾ നിഷേധിക്കപ്പെട്ടു. വിശുദ്ധ ബാർബറ അവന് വിശുദ്ധ കുർബാന നൽകി. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് ഈശോ സഭയിൽ ചേരാൻ പറഞ്ഞുകൊണ്ട് അവനെ പൂർണ്ണമായി സുഖപ്പെടുത്തി. അവന്റെ പ്രസന്നമായ വിശുദ്ധിയും നൈർമല്യവും അവനെ എല്ലാവരുടെയും പ്രിയപാത്രമാക്കി. പിതാവിന് ഈശോ സഭക്കാരോടുള്ള എതിർപ്പ് നിമിത്തം സ്റ്റെനിസ്ലാവോസിന് സഭയിൽ ചേരാൻ പിതാവ് ബദ്ധവിരോധിയായി. എങ്കിലും തന്റെ താൽപര്യപ്രകാരം അന്നത്തെ ജനറൽ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ അവനെ ഈശോ സഭയിൽ ചേർക്കുകയും 1568 സ്വർഗാരോപണ തിരുനാളിന്റെ ആഘോഷപൂർവമായ ദിവ്യബലി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗാരോപിതമാവുകയും ചെയ്തു.